സുധീഷ്, നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വിശകലനങ്ങൾക്കിടെ വ്യോമസേനയുടെ ഡയറക്ടർ ജനറൽ, അതായത് ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ പറഞ്ഞത് അവരുടെ വിമാനങ്ങൾ നമ്മൾ വെടിവെച്ചിട്ടു, പക്ഷേ എത്രയാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കൃത്യമായ വെളിപ്പെടുത്തലുകൾ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് 5 ഫൈറ്റർ ജെറ്റുകളും ഒരു വലിയ വിമാനം, അത് അവാക്സ് ആകാം എന്ന് ആണ് പറയുന്നത്. S-400 വഴി ഏതാണ്ട് സർഫസ് ടു എയർ 300 കിലോമീറ്റർ ദൂരെയുള്ള ടാർഗറ്റാണ് വെടിവെച്ചിട്ട്. അതായത് റെക്കോർഡഡ് ആയിട്ടുള്ള ഏറ്റവും ദൂരത്തെ ഒരു കില്ലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അത് പുറത്തു വിട്ടു. അതിന് മറ്റ് മാനങ്ങളുണ്ടോ അങ്ങനെ പുറത്തു വിടുന്നതിൽ? അല്ല, ഇപ്പോൾ അത് പുറത്തു വിട്ടതിന് പല മാനങ്ങളുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു കാര്യം ഏറ്റവും അവസാനം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇൻ്റലിജൻസ് എല്ലാ പ്രാവശ്യവും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ഇതൊന്ന് വിശ്വസിപ്പിച്ചെടുക്കാനായിട്ട് ഉള്ള ബുദ്ധിമുട്ട് ബാക്കി ഇന്ത്യക്ക് പുറത്തുള്ള, ഭാരതത്തിന് പുറത്തുള്ള ആൾക്കാരെ വിശ്വസിപ്പിക്കാനായിട്ടില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട അമർപ്രീത് സിംഗ് എയർ ചീഫ് മാർഷൽ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ അകത്ത് വളരെയധികം കാര്യം ഉള്ള ഒരു കാര്യമാണ്. ഈ അവാക്സ് വിമാനം, ഒരു വലിയ ഒരു അവാക്സ് വിമാനമായിരുന്നു. അതാണ് S-400 പരിധിയിൽ വന്ന് അടിച്ച് നമ്മൾ കളഞ്ഞ. അവാക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആകാശത്തുകൂടെ പറക്കുന്ന റഡാറാണ്. മറ്റ് യുദ്ധവിമാനങ്ങൾക്ക് കണ്ണും കാതുമായിട്ട് നിൽക്കുന്ന ഒരു റഡാറ് സാധനമാണ്. അപ്പോൾ അത് വളരെയധികം സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ് ഒരു അവാക്സ് വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ S-400 കൊണ്ട് അടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും സാധാരണ അതിനെ സപ്പോർട്ടായിട്ട് ചെല്ലേണ്ടത് ബാക്കിയുള്ള യുദ്ധവിമാനങ്ങളാണ്. അതുപോലും പറ്റിയില്ല. പാകിസ്ഥാൻ്റെ ഗതികേടാണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ ഈ ആദ്യമേ തന്നെ ഇത് മുഴുവനും കൂടെ പറയാതെ ഇരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, പാകിസ്ഥാനെ ഒരു പരിധി വിട്ട് അവഹേളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ അപമാനത്തിൽ നിന്നാണല്ലോ മനുഷ്യന് പ്രതികാരത്തിൻ്റെ ഒരു വാഞ്ച വരുന്നത്. അങ്ങനെ ഒന്ന് വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വരാതിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളത്. അത് തന്നെ സാധനം. അങ്ങനെ ഒത്തിരി അവന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊരു അവസരം കൊടുക്കണ്ട. കാരണം പിന്നെ അത് നമ്മുടെ മുഖത്തോട്ടാണുള്ള എന്താ പറയുക, ആ ഇൻവെസ്റ്റ്മെൻറ്റ് തീർക്കാൻ പോവുക. അതുകൊണ്ടാണ് വേണ്ട എന്ന് വിചാരിച്ചതെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ ഇപ്പോൾ ഇത് നിവൃത്തിയില്ലാഞ്ഞിട്ട് പറയുകയാണ്. രാഹുൽ ഗാന്ധിയെ പോലുള്ള വാക്കുകൾ കിട്ടുന്നില്ല മനുഷ്യർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ. എത്ര കണ്ട് സൈന്യത്തെ അപമാനിക്കാമോ അത്ര കണ്ട് അപമാനിക്കുകയും നമ്മുടെ എത്ര വിമാനം വീണു എന്ന് പറഞ്ഞ് ചൈനയുടെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിമാനം വീണെന്ന് അറിഞ്ഞു അറിവ് കിട്ടിയ അത്രയും സന്തോഷം. അതെ, നമ്മുടെ വിമാനം വീണു എന്ന് അറിഞ്ഞാൽ അത്രയും സന്തോഷം. കാരണം പൈലറ്റുമാരും മരിച്ചിട്ട് ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അത് ആ ഒരു അറിവ് ആ ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടില്ല. പിന്നെ വിമാനം വീണു എന്ന് പറഞ്ഞാൽ പിന്നെ കുറ്റബോധം ഇല്ലാതെ അങ്ങനെ ഒന്നും പറയാമല്ലോ. ഓരോ പോകൃതരം എന്നല്ലാതെ ഇതിനൊക്കെ എന്തെന്നാ പറയുന്നത്. വൈകിട്ട് ഞാൻ സത്യമായിട്ടും പറയാണ്, ഇതിനെ വേറെ എന്തെന്നാണ് പറയുന്നത്? പച്ച മലയാളത്തിൽ പോകൃതരം എന്നല്ലാതെ എന്തെന്നാ പറയേണ്ടത്? നമ്മുടെ സൈന്യത്തിൻ്റെ എത്ര വിമാനം വീണോ ഇതിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ റഫായലിൻ്റെ ബാക്കിൽ ഒരു ഇസ്രായേൽ ടെക്നോളജി ഉള്ളൊരു സാധനം, എക്സ്ഗാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അതായത് റഡാർ സിഗ്നേച്ചറിലും ബാക്കിയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തും ഈ എക്സ്ഗാർഡ് ഒരു വിമാനമായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്തെന്നൊരു വാർത്ത പുറത്ത് വന്നതാണ്. മിണ്ടാതിരിക്കാനാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അന്ന് മിണ്ടാതിരിക്കാം. പുള്ളിക്ക് ഇപ്പോഴും അറിയേണ്ട എത്ര വിമാനം വീണു എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഈ അറ്റാക്ക് ചെയ്ത മിസൈലുകളും ബാക്കിയുള്ള സാധനങ്ങൾ ഈ എക്സ്ഗാർഡിനെയാണ് കൊള്ളുന്നതും. അത് എക്സ്ഗാർഡ് അങ്ങ് പൊക്കോളും, വിമാനം സേഫായിട്ട് പോകുന്നുള്ളൂ. അങ്ങനെ ഒരു ടെക്നോളജിയുടെ കാര്യം നമ്മൾ കേട്ടതാണ്. അതായത് യുദ്ധവിമാനങ്ങളുടെ ബാക്കിൽ കയറിൽ കെട്ടി എന്ന പോലെ ഒരു ഡമ്മി ആയിട്ട് ഒരു സാധനം പോകുന്നു. ആ അറ്റാക്ക് മുഴുവൻ അതിൽ വരും. അതിൽ ഒരു മിസൈൽ കൊണ്ടു കഴിഞ്ഞാൽ അത്ര നേരം റഡാറിൽ കണ്ടുകൊണ്ടിരുന്ന വിമാനത്തിൻ്റെ സിഗ്നേച്ചർ അവിടെ ഇല്ലാതാവും. അതാണല്ലോ ഈ 4.5 ജനറേഷൻ ആയിട്ടുള്ള റഫായലിൻ്റെ ഒരു ഗുണവും കൂടിയാണത്. കംപ്ലീറ്റ് സ്റ്റെൽത്ത് അല്ല, എന്നാൽ ഇങ്ങനെയുള്ള മിമിക്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. ആ ഒരു വിവരം പോലും സാധാരണക്കാരനായിട്ടുള്ള എനിക്കിത് അറിയാമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഡിഫൻസിൻ്റെ ബാക്കി പല കമ്മിറ്റികളിലുമുള്ള രാഹുൽ ഗാന്ധിക്ക് ഇതറിഞ്ഞൂടെ? രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും അറിഞ്ഞൂടെ? അങ്ങനെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ?
അതായത് ഈ ഇന്ത്യൻ വിമാന റഫായേൽ വീണു എന്ന് പറഞ്ഞ പാട് ഷെങ്ദു മറ്റേ ചൈനീസ് വിമാന കമ്പനി അവരുടെ ഇത് മേളിലോട്ട് പോയി, വീണില്ല എന്നറിഞ്ഞപ്പോൾ ആ മേളിലോട്ട് പോയ സ്പീഡ് താഴോട്ട് വീഴുകയും ചെയ്തു. അത് ബാലക്കോട്ട് അറ്റാക്ക് നടന്ന സമയത്ത് ബാലക്കോട്ട് നമ്മൾ ആക്രമണം നടത്തിയല്ലോ. അപ്പം അന്ന് പറഞ്ഞത് അത് വിശ്വാസമില്ലായിരുന്നല്ലോ. അത് പൈൻ മരങ്ങളിലാണ് ഇത് ചെയ്തത്, ഇത് എത്ര പേരും, ഇതൊന്നും ഇന്ത്യൻ സൈന്യം പറയുന്നതിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത രീതിയിലുള്ള പ്രതികരണമായിരുന്നു. കാര്യം വേറൊന്നുമല്ല, അത് സമ്മതിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഇതുവരെ നടക്കാത്ത ഒരു ആക്രമണങ്ങൾ, അതായത് നമുക്ക് നേരെ എന്തെങ്കിലും ഉണ്ടായാൽ അതിർത്തിയും കടന്ന് അതിനപ്പുറവും കടന്ന് ചെന്ന് അടിക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ളൊരു സർക്കാരിന് അതിൻ്റെ ഭാഗമായിട്ട് ഗുണം കിട്ടും എന്നുള്ള ചിന്ത, രാജ്യ താല്പര്യത്തിന് വിരുദ്ധം, അതിനിപ്പോൾ സർക്കാരിന് ഗുണം കിട്ടിയാലും രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ്. പച്ച മലയാളത്തിൽ ഇതിന് ചൊല്ലുണ്ട്, മകൻ ചത്താലും വേണ്ടില്ല മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതിയെന്ന്. നാട് മുടിഞ്ഞാലും വേണ്ടില്ല മോടി ഇറക്കി വിട്ടാൽ മതി, അത്രയേ ഉള്ളൂ സംഗതി. അതിൽ കൂടുതൽ ഒന്നുമില്ല. എന്നിട്ട് ഭരണം കിട്ടണം. അതെ, ഇതെല്ലാം അധികാരക്കൊതിയുടെ ബാക്കിപത്രമാണ്. അധികാരക്കൊതി കൊണ്ട് ഒരാൾ എത്ര അധപ്പതിക്കാമോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി. ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് 10-15 വർഷം കാത്തിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് സുധീഷിന് മനസ്സിലാവില്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഈ RSS ഒരു അധികാരത്തിൻ്റെയും ഭാഗമല്ലാതെ 89 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ മരത്തിൽ മുളച്ചവരെയല്ല പ്രധാനമന്ത്രിയാകുന്നത്. നന്നായിട്ടറിയാം. പ്ലീസ് പറയരുത്. RSS താല്പര്യമില്ലല്ലോ. അല്ല, RSS താല്പര്യമില്ല. പക്ഷെ ആ സംഘപരിവാർ സംഘടനകൾ 89 കൊല്ലം അധികാരത്തിൻ്റെ ഭാഗമല്ലാതെ നിന്ന് കഴിഞ്ഞിട്ട് തന്നെയാണ് അധികാരത്തിൻ്റെ ഭാഗമായത്. അതൊക്കെ ഈ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജനസംഖ്യ എവിടെയെങ്കിലും അധികാരം പങ്കിട്ടോ? ഇല്ലല്ലോ. അല്ല, 98 വാജ്പേയി കയറിയല്ലോ. 98 വാജ്പേയി കയറുമ്പോഴല്ലേ ആദ്യത്തെ ഒരു അധികാരത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നത്. അതിനു മുമ്പ് ശരിയാണ്, വിദേശകാര്യമന്ത്രി ആയിട്ടുണ്ട് വാജ്പേയി ജനതാ സർക്കാർ. അതല്ല, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർമ്മമുണ്ട്. അതായത് നേരത്തെ വാജ്പേയി തിരിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ വായിച്ചൊരു ചെറിയൊരു ഓർമ്മയാണ്. അതായത് സുഖോയ് 30 MKIയുടെ അതിൻ്റെ ഡീലുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് അത് നടപ്പാക്കണമെന്ന് റഷ്യക്ക് ആവശ്യമുണ്ട് ആ സമയത്ത്. അപ്പം അന്ന് എനിക്ക് പ്രതിരോധ മന്ത്രി, എനിക്ക് എന്തായാലും ഐക്യ ഗുജറാത്ത് സർക്കാരാണെന്നാണ് തോന്നുന്നത്, എന്തായാലും BJP പ്രതിപക്ഷത്താണ്. വാജ്പേയി ബന്ധപ്പെട്ട് അന്നത്തെ പ്രതിരോധ മന്ത്രി സംസാരിക്കുകയും ഈ വിഷയം സംസാരിക്കുകയും ഈ ഡീലിനകത്ത് യാതൊരു എതിർപ്പും ഉന്നയിക്കാതെ, കാര്യം അത് നമ്മുടെ രാഷ്ട്ര താല്പര്യത്തിൻ്റെ ആവശ്യമായിരുന്നു. അല്ല, നമ്മളത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്ത് അന്ന് മിഗാണോ മിറാഷാണോ ഏതോ ഒരു യുദ്ധവിമാനം, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു യുദ്ധവിമാനം വീണ സമയത്ത് ഇതൊരു ചർച്ചയായിട്ട് അപ്പോൾ പൊതുവെ പറഞ്ഞു നമുക്ക് ഇത്ര സ്ക്വാഡ്രൺ കുറവുണ്ട്, അതുപോലെ തന്നെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളുടെ കാര്യം പറഞ്ഞു. അന്ന് സഭയിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞ സുഷമ സ്വരാജ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആൻ്റണിജി ആ ഇന്ത്യൻ ആർമിക്ക് ഡിഫൻസിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക, നിങ്ങളതിൻ്റെ അകത്ത് അഴിമതി കാണിക്കുന്നില്ല എന്ന് നമുക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ വരില്ല. അങ്ങനെയായിരിക്കണം പ്രതിപക്ഷം. രാജ്യ താല്പര്യം കഴിഞ്ഞിട്ടല്ല പ്രതിപക്ഷത്തിൻ്റെ അധികാരക്കൊതി. അതെ, ഇത് ഈ പറഞ്ഞത് ഞാനത് മുഴുവനാക്കിയില്ല. അന്ന് ഈ ഡീല് യാതൊരുവിധ എതിർപ്പും ഉന്നയിക്കാതെ, അതിൽ എതിർപ്പ് ഉന്നയിക്കരുതെന്നൊരു അത് ചർച്ച നടത്തി. ഇതിങ്ങനെയാണ് അതായത് റഷ്യയുമായിട്ടുള്ള, അന്ന് ബോറിസ് എൽസിനാണെന്ന് തോന്നുന്നു, റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റഷ്യക്ക് അത് ആവശ്യമുണ്ട്, നമുക്ക് Su-30 ഞാൻ വായിച്ചതാണ്, എന്തെങ്കിലും ഓർമ്മയിൽ വ്യത്യാസം ഉണ്ടാവും, ഞാൻ നേരത്തെ വായിച്ചതാണ്. അപ്പോൾ അത് വാജ്പേയിയോട് സംസാരിച്ചപ്പോൾ വാജ്പേയി അത് സമ്മതിക്കുകയും ആ ഡീല് നടക്കുകയും ചെയ്തു. അതായത് പെട്ടെന്ന് ആ ഡീല് നടക്കണം, യാതൊരു ആരോപണങ്ങളും ഉന്നയിക്കുക, അങ്ങനെ വേണമെങ്കിലും ഉന്നയിക്കാം, പക്ഷേ അന്ന് പറഞ്ഞു അത് രാഷ്ട്രത്തിൻ്റെ താല്പര്യമാണ് പ്രധാനം, അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷമൊന്നോ ഭരണപക്ഷമൊന്നോ ഇല്ല എന്ന് തീരുമാനിച്ച ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ധർമ്മം ചെയ്ത് ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് കുരങ്ങുകളിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അധികാരത്തിൻ്റെ ആഗ്രഹം മൂത്തിട്ട് കിട്ടാഞ്ഞ് ഭ്രാന്തായിട്ട് കാണിക്കുന്ന കുരങ്ങുകളിയാണ്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ സുധീഷ് ആദ്യം പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു വിഷമമായി. കാര്യം വ്യോമസേനയുടെ ചീഫ് പറയാണ് ഇത് ഇവിടെ ഉള്ള ആളുകളെ വിശ്വസിപ്പിക്കാനാണ് ഞങ്ങൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞില്ലേ.
അല്ല, ആ കൂട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അമർപ്രീത് സിംഗ് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ഇൻ്റലിജൻസ് എന്നും ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ആ പ്രസംഗത്തിൻ്റെ അകത്ത് ഒരു വാക്ക് പറയുന്നുണ്ട്, ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ അകത്ത് നമുക്ക് ഇപ്പോഴും ആൾക്കാരുണ്ട് കൃത്യമായ രീതിക്ക് അവിടെ എന്തൊക്കെ നഷ്ടങ്ങൾ വന്നു, അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ ആർമി അറിഞ്ഞുകൊണ്ടാണ് ആർമി എയർഫോഴ്സും അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. മനസ്സിലായോ? എന്നിട്ടാണ് ഇത് ആർക്കെങ്കിലും മൈക്ക് വിട്ട് വിളിച്ച് പറയാൻ പറ്റുമോ? അദ്ദേഹം ആ പറഞ്ഞ ഒരൊറ്റ വാക്ക് മനസ്സിലാവേണ്ടവന് മനസ്സിലാവാൻ വേണ്ടി ഒരൊറ്റ വാക്കാണ് അത്തെ ചേർത്തത്. മനസ്സിലായില്ലേ? പാകിസ്ഥാൻകാർക്കറിയാം, പാകിസ്ഥാൻ അത് തപ്പിക്കൊണ്ടിരുന്നോട്ടെ, അത് വേറെ കാര്യം, അത് വേറൊരു രീതിക്കുള്ളൊരു വാർഫെയറാണ്. നിങ്ങളുടെ ഇടയ്ക്ക് നമുക്ക് ചാരന്മാരുണ്ട് എന്ന് പറയുന്നതും ഒരു വാർഫെയറാണ്. ബാക്കിയൊന്നും പുള്ളി വിട്ടു പറഞ്ഞിട്ടില്ല, ഞാൻ ആ പ്രസംഗം കേട്ടതാണ്. അതായത് ഈ ബഹാവൽപൂര്, മുരീദ് കെ അങ്ങനെയുള്ള തീവ്രവാദികളുടെ തലസ്ഥാനം നമ്മൾ ചൂസ് ചെയ്തതിൻ്റെ അകത്തും അത് കഴിഞ്ഞിട്ട് നമ്മൾ പാകിസ്ഥാൻ്റെ ഏതൊക്കെ എയർബേസ് അടിച്ചിട്ടുണ്ട്, ഏതൊക്കെ എയർബേസിൻ്റെ ചില സ്പെസിഫിക് ഹാങ്ങറുകൾ മാത്രം, ബോളാരിയൊക്കെ ആ പർട്ടിക്കുലർ ഹാങ്ങറിൽ മാത്രമാണ് അടിച്ചിരിക്കുന്നത്. ആ ഹാങ്ങറിൽ F-16 കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി പോയെന്നാണ് പറയുന്നത്. പകുതികളും പോയി. ഞാൻ പറയട്ടെ, നൂർഖാൻ മറ്റേ ബങ്കർ, C4I ബങ്കർ, ആ C4I ബങ്കറിൻ്റെ അകത്ത് അമേരിക്കക്കാരുണ്ടായിരുന്നല്ലോ. മിണ്ടാൻ പറ്റുമോ അമേരിക്കയ്ക്ക്? അമേരിക്കൻ സാറ്റലൈറ്റിൻ്റെ ഡയറക്റ്റ് ഫീഡ് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ സാറ്റലൈറ്റ് ഫീഡ് ഡയറക്റ്റ് ലിങ്ക് ആയിരുന്നു ആ നൂർഖാൻ എയർബേസിലൂടെ ഉണ്ടായിരുന്നത്. ചൈന സാറ്റലൈറ്റ് റഡാറും ഇത് ഫീഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ. അതാണ് നമ്മൾ അടിച്ച് ദൂരെ കളഞ്ഞത്. ചുരുക്കി പറഞ്ഞ് ഞാൻ ചവിട്ടി അവൻ്റെ അണ്ടവും കലക്കി കണ്ണും കുത്തിപ്പൊട്ടിച്ച് പോകരി തുപ്പിയും വെച്ചിട്ടാണ് പോകുന്നത്. അല്ല, അതുപോലെ വൃത്തിക്ക് ചെയ്തു. പറയുന്നുണ്ട് 80-90 മണിക്കൂർ നീണ്ടു നിന്ന ആ ഒരു 88 മണിക്കൂർ, അതെ, ആ ഒരു സംഘർഷത്തിൽ സാങ്കേതികമായിട്ട് ഏറ്റവും ഹൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അത്രത്തോളം സാങ്കേതികമായിട്ട് ഏറ്റവും ഹൈ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് റഡാർ ഇൻസ്റ്റലേഷൻസ് നമ്മൾ അടിച്ചു ദൂരെ കളഞ്ഞു. അതെ, അവരുടെ ഇത് എയർ ഡിഫൻസ് സിസ്റ്റംസ് കളഞ്ഞു. ഇത് കളഞ്ഞിട്ട്, അതായത് നമ്മൾ ആ മെയ് 10-ാം തീയതി പാകിസ്ഥാൻ DGMO വിളിച്ചിട്ട് നമ്മുടെ DGMOയോട് പറയുകയാണ് ഇത് നിർത്തണം എന്ന് പറഞ്ഞവ താൽക്കാലികമായിട്ട് ഇനി ഞങ്ങൾ ആക്രമിക്കില്ല എന്നൊരു അതായത് വെടിനിർത്തൽ പോലുമല്ല, ഇനി ഞങ്ങൾ ആക്രമിക്കുന്നില്ല താൽക്കാലികമായിട്ട്. നിങ്ങൾ ആക്രമിച്ചാൽ റിട്ടാലിയേഷൻ ഉണ്ടാവും എന്നുള്ളത് സംശയമില്ലാത്ത രീതിക്ക് പറയുകയും ചെയ്തതാണ്. അങ്ങനെ പറയുന്ന ആ 88 മണിക്കൂർ കൊണ്ട് പാകിസ്ഥാൻ്റെ മുകളിൽ കംപ്ലീറ്റ് എയർ സുപ്രീമസി, ഡോമിനൻസ് പോലല്ല, എയർ സുപ്രീമസി. അവിടെ നിന്ന് ഒരു വിമാനം പറന്നു പൊങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പകരം വിമാനം ചെന്നിട്ട് ദൂരെ കളയാൻ പാകത്തിനുള്ള സുപ്രീമസി ഭാരതം നേടിയിരുന്നു. പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് ഒന്നും അല്ലാതായിപ്പോയി. അങ്ങനെയുള്ള സിനാരിയോയിലാണ് നമ്മൾ താൽക്കാലികമായിട്ട് ഇനി ആക്രമിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്നത്. അതും അപേക്ഷ പ്രകാരം മാത്രം. ഇനിയിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നൂർഖാൻ എയർബേസ് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും വരും. അത് മിക്കവാറും ആരെങ്കിലും എഴുതുന്നൊരു പുസ്തകത്തിലായിരിക്കും വരാൻ. അതെ, പതിയെ ഓരോ വിവരങ്ങൾ പുറത്തു വരും. പക്ഷേ എത്രത്തോളം വിവരങ്ങൾ പുറത്തു വന്നാലും വിശ്വസിക്കാത്തവർക്ക് ഇനി ഏത് വിവരം പുറത്തു വന്നാലും വിശ്വാസം. കാര്യം അവർ എൻ്റെ പൊന്നു പായത്തെ വാട്സാപ്പിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. ആള് ഹൈദരാബാദിൽ ഒരു മേജർ ടെക് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, കമ്പ്യൂട്ടറിൻ്റെ IT തന്നെ. അയാൾ പറയുന്നത് ഈ പെഹൽഗാം അറ്റാക്കും ഇന്ത്യയുടെ ഫാൾസ് ഫ്ലാഗ് ആയിരുന്നു. ഈ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അകത്ത് നമ്മൾ ഒരു ഡാമേജും പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ്. പഠിച്ച വിവരമുള്ള, പത്രം വായിക്കാൻ അറിയാവുന്ന ശേഷിയുള്ള മനുഷ്യൻ അങ്ങനെ ഇഷ്ടം പോലെ പേരുണ്ട്. പാവങ്ങളുടെ വിഷമം കൊണ്ടല്ലേ, സമ്മതിക്കാനായിട്ട് അഭിമാനം സമ്മതിക്കാത്തതുകൊണ്ടാണ്. മാനസിക പ്രശ്നമാണ് അത്. യഥാർത്ഥത്തിൽ അഭിമാനിക്കല്ലേ വേണ്ടേ? അല്ല, അവർക്കത് അപമാനമായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് മാനസിക പ്രശ്നം അത്. ഓക്കെ, എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇന്നിപ്പോൾ ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് എയർ ചീഫ് മാർഷൽ ഇങ്ങനെ ഒരു ഇത് വന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും, അന്ന് നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത് ഏകദേശമൊക്കെ
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ വരുന്നുണ്ട്. നോക്കാം, നമുക്ക് ഇനിയും വരുന്ന കാര്യങ്ങളെ പറ്റി നോക്കാം. ഇത് കുറച്ചൊരു കാഷ്വൽ ചർച്ചയായിരുന്നു എങ്കിലും ശരി, ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി വരുന്ന വിവരങ്ങൾ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു വിശകലനം നമുക്ക് നടത്താം. അപ്പോൾ വീണ്ടും കാണാം.